യൂട്യൂബിൽ വീഡിയോകൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ അശ്ലീല വീഡിയോകളും കയറി വരാറുണ്ട്. ഇത്തരം മോശപ്പെട്ട വീഡിയോകൾ അനാവശ്യമായി കയറി വരുന്നത് പലപ്പോഴും നമുക്ക് തലവേദന സൃഷ്ടിക്കാറുമുണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ നമ്മുടെ കുട്ടികളും വീഡിയോകൾ കാണാൻ വേണ്ടി തുറക്കുമ്പോൾ ഇത്തരം അശ്ലീല വീഡിയോകൾ കയറി വരും. എന്നാൽ കുട്ടികൾക്ക് യൂട്യൂബിൽ അശ്ലീല വീഡിയോകൾ കാണാതെ വീഡിയോകൾ കാണാൻ യൂട്യൂബ് തന്നെ തയ്യാറാക്കിയ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അത് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമ്മൾ വീഡിയോകൾ കാണുന്ന സമയത്ത് നിരവധി പരസ്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ പല പരസ്യങ്ങളും മാത്രമല്ല പല വീഡിയോസുകളും ചിലപ്പോൾ അശ്ലീലമായ രീതിയിലുള്ള വീഡിയോസുകളും പരസ്യങ്ങളുമായിരിക്കും. എന്നാൽ നമ്മുടെ കുട്ടികൾ യൂട്യൂബ് കാണുന്ന സമയത്ത് ഇത്തരം പരസ്യങ്ങളോ അല്ലെങ്കിൽ അശ്ലീല വീഡിയോകളോ കാണാൻ ഇടയാകും. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറന്നു കൊടുക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ യൂട്യൂബ് തന്നെ കുട്ടികൾക്കായി പുറത്തിറക്കിയ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനാണ് യൂട്യൂബ് കിഡ്സ് എന്നൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് യൂട്യൂബിനെ പോലെ തന്നെ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് കിഡ്സ് എന്ന് കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. നമ്മൾ ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു കാർട്ടൂൺ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കുട്ടികൾക്ക് അനുയോജ്യമായ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ കാർട്ടൂണെല്ലാം അവസാനിച്ച ശേഷം ഇതുപോലെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ അവസാന ഭാഗത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്ററിൻ്റെ ഇൻ്റർഫേസ് ആയിട്ട് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ പാരൻസ് ഒൺലി എന്നൊരു ഭാഗമാണ്. ഈ ഒരു ഗുണനത്തിന് നമ്മൾ ആൻസർ നൽകിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളിവിടെ 8x3 എന്ന് കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ നൽകുക. 8x3 ഇവിടെ നമ്മൾ ആൻസർ നൽകി കഴിഞ്ഞാൽ വലതുഭാഗത്ത് കാണുന്ന ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ വലതുഭാഗത്ത് കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് കുട്ടികൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്ന വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്ന് വിശദമായ ഒരു പോപ്പ് ബോക്സ് കാണാൻ സാധിക്കും. അവസാന ഭാഗത്ത് കാണുന്ന വലതുഭാഗത്തേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമുക്ക് സെർച്ച് ഓൺ സെർച്ച് ഓഫ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ സെർച്ച് ഓൺ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. തുടർന്ന് നമുക്ക് ഈ ഓപ്പണായി വരുന്ന ഈ ഒരു യൂട്യൂബിൻ്റെ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ ഷോസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ യൂട്യൂബിലെ ചില കാർട്ടൂൺ വീഡിയോകൾ കാണാൻ സാധിക്കും. കുട്ടികൾക്ക് ആവശ്യമായ കാർട്ടൂൺ വീഡിയോകളായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. രണ്ടാമതായി മ്യൂസിക്കിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുട്ടികൾക്ക് ആവശ്യമായ കാർട്ടൂൺ മ്യൂസിക്കുകളും അതുപോലെ തന്നെ രസകരമായ മ്യൂസിക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതായി ഒരു ലേണിംഗ് എന്ന ഭാഗമുണ്ട്. നമുക്ക് കുട്ടികൾക്ക് പഠനാർഹമായ രീതിയിലുള്ള നിരവധി കാർട്ടൂണുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാലാമതായി എക്സ്പ്ലോർ എന്ന ഒരു കാറ്റഗറി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നിരവധി കുട്ടികൾക്ക് ആവശ്യമായ വീഡിയോസുകൾ കാണാൻ സാധിക്കും. നമ്മളിവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ബാർ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജിലുള്ള വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ആ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാം. മലയാളത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെങ്കിൽ മലയാളത്തിലുള്ള കാർട്ടൂൺ വീഡിയോകൾക്ക് വേണ്ടി ഇവിടെ സെർച്ച് ചെയ്യാം. ഞാനിവിടെ കുട്ടികൾക്കുള്ള ഒരു കാർട്ടൂണായ മഞ്ചാടി എന്ന ഒരു കാർട്ടൂൺ സെർച്ച് ചെയ്യുകയാണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മഞ്ചാടി എന്ന കാർട്ടൂണിൻ്റെ വിവിധ സ്റ്റോറികൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള മ്യൂസിക് അതുപോലെ തന്നെ ഏതെങ്കിലും കാർട്ടൂണുകൾ മലയാളത്തിലുള്ളതോ മറ്റു ലാംഗ്വേജുകളിലുള്ള ഏത് ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വലതുഭാഗത്ത് കാണുന്ന ഈ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് നൽകി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു യൂട്യൂബാണ്. യൂട്യൂബിൽ കാണുന്ന അശ്ലീലമായ വീഡിയോകളോ അല്ലെങ്കിൽ പരസ്യങ്ങളുടെ ശല്യങ്ങളോ ഇല്ലാത്ത പഠനാർഹമായ നിരവധി കാർട്ടൂണുകളും അതുപോലെ തന്നെ സ്റ്റോറികളും കുട്ടികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് തന്നെ പുറത്തിറക്കിയ യൂട്യൂബ് കിഡ്സ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. നിങ്ങൾ അതുകൂടി ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയും തുടർന്ന് ആ നോട്ടിഫിക്കേഷനിൽ വെച്ച് തന്നെ വീഡിയോകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതുപോലുള്ള പുത്തൻ അറിവുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.